ഓറടംപാലം മുതലുള്ള പുതിയ ബൈപ്പാസ് പ്രപ്പോസൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പരിഹാരമാവുന്നതാണ് ഞങ്ങളൊക്കെ അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തള്ളിപ്പോയി. കാരണം അതിലിപ്പോൾ പറയുന്ന കാര്യത്തിൽ 400 കോടി വേണം. മതിയായ നഷ്ടപരിഹാരവും അർഹമായിട്ടുള്ള പരിഹാര നടപടികളും പാക്കേജുകളും ഉണ്ടാക്കിയിട്ടല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണം വ്യാപാരികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നജീബ് കാന്തപുരം MLA. സാധാരണക്കാരായ വ്യാപാരികളുടെ വികാരങ്ങൾക്കും ജീവിതങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും പെരിന്തൽമണ്ണയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും MLA ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന ജംഗ്ഷനുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനും നവീകരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള മാർഗങ്ങൾ തേടിയതിന്റെ ഭാഗമായാണ് 10 നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊന്നായി പെരിന്തൽമണ്ണയെ തിരഞ്ഞെടുത്തത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ജംഗ്ഷന്റെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം. എന്നാൽ ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിനെതിരെ എതിർപ്പുകളുമായി വ്യാപാരികളും രംഗത്ത് വന്നിരുന്നു. ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിലൂടെ പെരുവഴിയിലാകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പെരിന്തൽമണ്ണയിലെ കടയുടമകളും വ്യാപാരികളും. വ്യാപാരികൾ അവരുടെ ആശങ്കകൾ നജീബ് കാന്തപുരം MLAയുമായി പങ്കുവച്ചു. പെരിന്തൽമണ്ണയിലെ കെട്ടിട ഉടമകളുടെയും വ്യാപാരികളുടെയും ആശങ്കകളും പരാതികളും പൂർണ്ണമായും ദൂരീകരിച്ചുകൊണ്ടല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും വ്യാപാരികൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭ്യമാക്കാതെ ഒരു വികസന പ്രവർത്തനവും നടപ്പിലാക്കില്ലെന്നും നജീബ് കാന്തപുരം MLA ഉറപ്പു നൽകി. 10 നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒന്ന് പെരിന്തൽമണ്ണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യാപാരികളും കെട്ടിട ഉടമകളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആശങ്കകളും പൂർണ്ണമായി ദൂരീകരിച്ചുകൊണ്ടല്ലാതെ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കുകയും മാറുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും കിട്ടിയതുപോലെ മതിയായ നഷ്ടപരിഹാരവും അർഹമായിട്ടുള്ള പരിഹാര നടപടികളും പാക്കേജുകളും ഉണ്ടാക്കിയിട്ടല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല. ഓരാടപ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗത പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശങ്ങൾ വ്യാപാരികളും മുന്നോട്ട് വെച്ചു. ഓറടംപാലം മുതലുള്ള പുതിയ ബൈപ്പാസ് പ്രപ്പോസൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പരിഹാരമാവുന്നതാണ് ഞങ്ങളൊക്കെ അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തള്ളിപ്പോയി. കാരണം അതിലിപ്പോൾ പറയുന്ന കാര്യത്തിൽ 400 കോടി വേണം ആ പ്രോജക്റ്റ്. നഗരത്തിന് ഗതാഗത കുരുക്കിന് പരിഹാരം പറഞ്ഞമാതിരി ശാശ്വത പരിഹാരം അതുള്ളൂ. ഒരുപാട് ചെറിയ വ്യാപാരികളെ വിപുലീകരണം കൊണ്ട് ഒരുപാട് ആളുകൾ വഴിയാധാരാവാണ്. ബൈപ്പാസ് ജംഗ്ഷൻ നവീകരിക്കുന്നതിനാൽ ഒരു വ്യാപാരികളും ആശങ്കപ്പെടേണ്ടതില്ലെന്നും വ്യാപാരികളെ പുനരധിവസിപ്പിക്കാതെ ഒരു പ്രവർത്തനവും യാഥാർത്ഥ്യമാക്കില്ലെന്നും സാധാരണക്കാരായ വ്യാപാരികളുടെ താൽപര്യങ്ങൾക്കും വികാരങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്കും തന്നെയാണ് മുൻഗണന നൽകുന്നതെന്നും MLA ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വലിയ വലിയ കോർപ്പറേറ്റ് കച്ചവടക്കാരും മാളുകളും സംവിധാനങ്ങളും വരുമ്പോൾ കൂമ്പടിഞ്ഞു പോകുന്ന നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ കച്ചവടക്കാരുടെ വികാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും അവരുടെ ജീവിത പ്രശ്നത്തിനും തന്നെയായിരിക്കും മുൻഗണന. അതിൽ യാതൊരു സംശയവുമില്ല. വികസനങ്ങൾ ജനോപകാരപ്രദമാകുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും ആശങ്കകളും പരാതികളും പരിഹരിച്ച് പെരിന്തൽമണ്ണയെ ചേർത്ത് പിടിക്കുകയാണ് നജീബ് കാന്തപുരം MLA. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് generations. Bypass Road, Perindal.